ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജാണ്. ഇന്നത്തെ വീഡിയോ പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പഞ്ചായത്തിലാണ് പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പേരാവൂർ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട് പുരളിമല ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക്. മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും, വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടത്തെയും കെട്ടിയാടുന്നു. തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്താണ് മുത്തപ്പന്റെ ബാല്യകാലം. അവിടുത്തെ തികഞ്ഞ ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയുടെയും അയ്യങ്കര വാഴുന്നവരുടെയും പുത്രനായിട്ടാണ് മുത്തപ്പൻ വളർന്നത്. മുത്തപ്പനെ ആരാധിക്കുന്ന ക്ഷേത്രത്തെ മടപ്പുര എന്നാണ് വിളിക്കുന്നത്. മടപ്പുരയിൽ ഏറ്റവും പ്രാധാന്യം കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രമാണ്. മുത്തപ്പൻ, തിരുവപ്പന, വെള്ളാട്ടം എന്നീ 2 ദൈവിക രൂപങ്ങളുടെ ആൾരൂപമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വടക്കൻ മലബാർ മേഖലയിലെ തെയ്യം കളിയാട്ടത്തിന് സമാനമാണ് തിരുവപ്പനയും വെള്ളാട്ടവും. ദ്വിദൈവ രൂപങ്ങൾ. ശ്രീ മുത്തപ്പനെ ഒരു ഏകദൈവമാണ് ആരാധിക്കുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ 2 ദൈവങ്ങളുടെ സംയോജിത അല്ലെങ്കിൽ ഏകീകൃത രൂപത്തെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ മുത്തപ്പന്റെ തെയ്യങ്ങൾ വർഷം മുഴുവൻ കെട്ടിയാടും. മറ്റു തെയ്യങ്ങൾ കാലാനുസൃതമാണ്. ശ്രീ മുത്തപ്പൻ കാട്ടിലൂടെ സഞ്ചരിച്ച് പേരാവിനടുത്തുള്ള പുരളിമലയിലെത്തി. ഇവിടെ മറ്റൊരു മുത്തപ്പനെ കണ്ടു. ചെറുക്കൻ എന്ന് വിളിക്കുകയും അനുഗമിക്കുകയും ചെയ്തു. ഈ 2ാമത്തെ മുത്തപ്പനെ വെള്ളാട്ടം എന്ന് വിളിക്കുന്നു. അങ്ങനെ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും. ചെറിയ മുത്തപ്പന്റെ അനുഗ്രഹം മേടിച്ചതിന് ശേഷമാണ് നമ്മൾ വലിയ മുത്തപ്പന്റെ അനുഗ്രഹം മേടിക്കേണ്ടത്. മഹാദേവന്റെ മറ്റൊരു രൂപമാണ് കാലഭൈരവ രൂപം. കാലഭൈരവനോടൊപ്പം എപ്പോഴും നമുക്ക് ഒരു പട്ടിയെയും കാണാം. അതുകൊണ്ട് തന്നെ മുത്തപ്പന്റെ ക്ഷേത്രങ്ങളിൽ എപ്പോഴും പട്ടികൾക്ക് പ്രാധാന്യമുണ്ട്. ശ്രീ മുത്തപ്പന്റെ പ്രധാന നൈവേദ്യം എന്ന് പറയുന്നത് കള്ളും മത്സ്യമാംസാദികളുമാണ്. മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമാനമായ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. അത് മറ്റെങ്ങുമല്ല, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ കാലഭൈരവ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന നൈവേദ്യം മദ്യമാണ്. ഉജ്ജയിൻ കാലഭൈരവ ക്ഷേത്രത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാമല്ലോ. ക്ഷേത്ര പുനരുദ്ധാരണം ഈ അടുത്ത കാലത്താണ് പൂർത്തിയായത്. മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നവർ കേരളത്തിലെ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ്. മുത്തപ്പനുള്ള പൂജാവിധികളും ചടങ്ങുകളും തീയർ സമുദായക്കാരാണ് നടത്തുന്നത്. പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ നിത്യപൂജ നടക്കുന്നു. അതായത് എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും വെള്ളാട്ടം ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച ദിവസത്തിൽ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദിവസം ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും. മുത്തപ്പന്റെ ആരൂഢ സ്ഥാനം പുരളിമല ക്ഷേത്രത്തിൽ നിന്നും അല്പം താഴെയായിട്ടാണ്. ഇതാണ് മുത്തപ്പന്റെ ആരൂഢ സ്ഥാനം. മുത്തപ്പനെ കാണാനെത്തുന്ന ഭക്തരുടെ എല്ലാ സങ്കടങ്ങളും മുത്തപ്പൻ മാറ്റിക്കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷിപ്രസാദിയായ മുത്തപ്പന്റെ ഭക്തരുടെ എണ്ണം വർണ്ണനാതീതമാണ്. പ്രകൃതി ഭംഗി കൊണ്ടും മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ടും പ്രശാന്ത സുന്ദരമാണ് പുരളിമല എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. അകലങ്ങളിൽ നിന്നും വരുന്ന ഭക്തർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും കൂടി ഉണ്ട്. വെള്ളാട്ടം, പയങ്കുറ്റി ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഉപദേവതാസ്ഥാനത്ത് മുത്തപ്പനോടൊപ്പം ഇവിടെ ഭഗവതിയും അയ്യപ്പസ്വാമിയും ഉണ്ട്. ഇവിടെ വരുന്ന ഭക്തർക്ക് എല്ലാ ദിവസവും അന്നദാനവും നടത്തപ്പെടുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഓ മുത്തപ്പായ നമ, മുക്തേശ്വരായ നമ, ഹര ഹര മഹാദേവ്.